മിഡിൽ ഈസ്റ്റിലെ വീണ്ടും പ്രശ്നങ്ങൾ വാറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എസ്കലേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ ഈ ഫെബ്രുവരി 13 വാഷിങ്ടൺ പോസ്റ്റിൻ്റെ അകത്തൊരു എക്സ്ക്ലൂസീവായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നിരുന്നു. ഏകദേശം 1200 വേർഡ്സ് ഉള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പം അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേല് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇത് അമേരിക്കൻ ഇന്റലിജൻസ് ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തിട്ടാണ് ഈ വാർത്ത അവർ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഒന്നും വേണ്ടിയില്ല, അമേരിക്കൻ ഒഫീഷ്യൽസ് ഒന്നും വേണ്ടിയില്ല, ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്തില്ല. കാരണം ഇതൊരു ഗ്ലോബൽ എക്സ്ക്ലൂസീവ് ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഞാനും ഒരു വീഡിയോ ചെയ്തു. ഞാനിത് പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് വാഷിങ്ടൺ പോസ്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെതിരെ അമേരിക്ക പോലും തയ്യാറെടുക്കുന്നു. കാരണം അവർ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെ കൊണ്ട് അവിടെ കയറി അടിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഏതൊക്കെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എവിടൊക്കെയാണ്, അതൊരു ചെറിയ രീതിയിൽ അതിനെപ്പറ്റിയും ഡീറ്റെയിൽസ് ആ റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട്.